പലരും പലതും പറയുന്നുണ്ട്. ഇപ്പൊ CPI കഴിഞ്ഞ കാലയളവിലൊക്കെ കാനം രാജേന്ദ്രൻ താങ്കൾ പറഞ്ഞു, ആദ്യത്തെ ഇടത് സർക്കാർ 2016 അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യത്തെ 1-2 വർഷമൊക്കെ അദ്ദേഹം വളരെ കണിശമായി തന്നെ പല വിഷയങ്ങളിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സ്വന്തം നിലപാടുകൾ, CPIയുടെ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് അദ്ദേഹം അത് പൂർണ്ണമായും ഉപേക്ഷിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോ അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയാതെ പോയി കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ സംഗതി നടക്കില്ല എന്നൊരു തോന്നൽ, അങ്ങനെ ആയാൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലേണ്ടി വരും എന്നൊരു തോന്നൽ ബിനോയ് വിശ്വത്തിന് ഉണ്ടായിട്ടുണ്ടോ? അതാണോ ഇതിന് പിന്നിൽ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രമോദ്. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ആകെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്, താൻ ദുർബലനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. ബിനോയ് വിശ്വം എന്ന CPI നേതാവ്, സംസ്ഥാന സെക്രട്ടറി ദുർബലനാണോ എന്നൊരു തോന്നൽ മറ്റ് പല കാരണങ്ങളും, ആഭ്യന്തര കാര്യങ്ങളുണ്ടാവാം, മുന്നണി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അങ്ങനൊരു മനോഭാവം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ CPIയുടെ CPMൻ്റെ കാര്യങ്ങൾ അവരങ്ങനെ മറ്റ് പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ LDFിലാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ തമ്മിലാണ് പറയാറുള്ളത്. അതേസമയം എത്രയോ കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാനുണ്ട് CPIയെ സംബന്ധിച്ച് പറയാനുണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതിക്കെതിരെ ഇതെല്ലാം അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതും സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും ഒക്കെ എതിരായിട്ട് നിൽക്കുന്നത് തന്നെയാണല്ലോ. ഞാൻ പേരൊന്നും പറയുന്നില്ല, പറയേണ്ട ആവശ്യവുമില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം താങ്കളുടെ കണക്കെടുത്ത് നോക്കൂ. സർക്കാർ ജീവനക്കാരുടെ അഴിമതിക്കെതിരെ, അവരുടെ കൈക്കൂലിക്കെതിരെ ഒക്കെ ഒരുപാട് പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അച്ചടക്ക നടപടികൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഏത് സംഘടനയിൽപ്പെട്ട ജീവനക്കാരാണ് അതിൽ 70% എന്നുള്ളതെന്ന് അന്വേഷിക്കൂ. ഞാനിവിടെ പേരൊന്നും പറയാൻ തയ്യാറാവുന്നില്ല, സംഘടന ഏതാണെന്നുള്ളതൊന്നും. കാര്യം അതിനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം, ഏത് സംഘടന, 70% ജീവനക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്. ഒന്ന്. രണ്ടാമത്, മധ്യ CPIയുടെ സംഘടനയാണ് എന്ന് തന്നെയാണല്ലോ. അത് നിഷേധിക്കുന്നില്ലല്ലോ താങ്കൾ പറഞ്ഞതിന്റെ സൂചന CPIയുടെ സംഘടനയാണ് എന്നുള്ളതാണ്. കാരണം CPI അങ്ങനെ നല്ല പിള്ള ചമയണ്ട എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, നല്ല പിള്ള ചമയേണ്ടെന്ന അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. ഞാൻ CPIഎമ്മിൻ്റെ വക്താവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് പ്രമോദ്. അത് താങ്കൾക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് പറയുന്ന അഭിപ്രായം, CPIഎമ്മിനെ അവരെന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല അവരുടെ അഭിപ്രായം പറയാനായിട്ട്. ഞാൻ അവരുടെ അഭിപ്രായം പറയാൻ ആളുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടാണ് താങ്കൾ ചോദിച്ചതെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. അത് CPIഎമ്മിനും ബാധകമാണ്, CPIക്കും ബാധകമാണ്, ഭരണമുന്നണിക്കാകെ ബാധകമാണ് എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ.